ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. വലിയ പോലീസ് സംഘമാണ് ഇപ്പോൾ അൻവറിന്റെ വീടിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുമായി ഡിവൈഎസ്പിയുമായിട്ടാണ് അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഉറപ്പിക്കേണ്ടത്. അറസ്റ്റ് ക്രിമിനൽ കേസുകളിൽ എംഎൽഎമാരെ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഇളവുകളും ഒന്നുമില്ല. സ്പീക്കറുടെ അനുമതിയും ആവശ്യമില്ല. അറസ്റ്റിന് ശേഷം കാര്യങ്ങൾ ഡിജിപിക്ക് സ്പീക്കറെ അറിയിച്ചാൽ മതി എന്നുള്ളതാണ് ചട്ടം. നിയമസഭാ പരിധിയിൽ ആണെങ്കിൽ മാത്രമാണ് ഉടനെ സ്പീക്കറെ അറിയിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിലാണ് ഇപ്പോൾ അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. ഒരു എംഎൽഎ അറസ്റ്റ് ചെയ്യാൻ ഇത്ര വലിയ സന്നാഹത്തോടുകൂടി ഒരു വലിയ പോലീസ് സംഘം തന്നെ അവിടേക്ക് എത്തിയതാണ് ഇതിൽ ഒരു നാടകീയത സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അറസ്റ്റ് അൻവർ മുൻകൂട്ടി കണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അൻവർ അടക്കം 11 പ്രവർത്തകർക്കെതിരെയാണ് കേസ്. അൻവറും അൻവറിന്റെ അനുയായികളും അടക്കം 11 പേർക്കെതിരെയാണ് കേസ്. എന്നാൽ DFO ഓഫീസ് ഞായറാഴ്ചയായതിനാൽ വനംവകുപ്പിന്റെ ഓഫീസ് തുറന്നിരുന്നില്ല. അതുകൊണ്ട് പൂട്ട് പൊളിച്ചാണ് പ്രവർത്തകർ അകത്ത് കടന്നത്. അതിനകത്ത് കയറി കസേരകൾ തല്ലി തകർത്തു. മുകളിലേക്ക് കയറി വലിയ പ്രതിഷേധമായിരുന്നു. പോലീസ് എത്തി അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പോലീസിന് നേരെയും ആക്രമണമുണ്ടായി. ചില പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ആ നിലയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കൽ അടക്കം ചുമത്തിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മുബഷീർ, ഇപ്പോൾ ഡിവൈഎസ്പിയുമായുള്ള അൻവറിന്റെ ചർച്ച അവസാനിച്ചോ? അറസ്റ്റിലേക്ക് നീങ്ങുകയല്ലേ? അറസ്റ്റ് എന്ന നടപടിയിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണ് സ്മൃതി. അറസ്റ്റ് മാറി മറ്റൊരു തീരുമാനവും ഇക്കാര്യത്തിലില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ ഡിവൈഎസ്പി തന്നെ നേരിട്ട് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് നേരിട്ടെത്തിയിട്ടുള്ളത്. അറസ്റ്റ് അല്ലാതെ മറ്റൊരു വഴിയുമില്ല. കാരണം അത്രത്തോളം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. സാധനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ അറസ്റ്റ് നടപടി നിർബന്ധമാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ അൻവർ അതിന് തയ്യാറാകുന്നില്ല. അറസ്റ്റ് ചെയ്യാൻ അത്രത്തോളം ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് PB അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസ് എത്തിയത് മുതൽ അതിനാടകീയമായ സംഭവങ്ങൾക്കാണ് ഒതായിലെ PB അൻവറിന്റെ വീട് സാക്ഷ്യം വഹിക്കുന്നത്. ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ച 50-ലധികം വരുന്ന പോലീസ് സംഘം അൻവറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു. അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല, അതിന് മുതിരുന്നില്ല, അതിന് നിന്നുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അറസ്റ്റ് നടപടി അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പോലീസ് സന്നാഹത്തെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വിശേഷം അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു വിവരം അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ അൻവറിന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ, DMK കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, നേരത്തെ പ്രതിഷേധത്തിലൊക്കെ തന്നെ കണ്ട ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർത്തും സംഘർഷാവസ്ഥ ഒതായിലെ വീടിന് ചുറ്റും നിലനിൽക്കുന്നു എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് അത്തരം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് അറസ്റ്റ് പൂർത്തിയാക്കുക എന്ന തീരുമാനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഈ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ നമുക്കറിയാം സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്ത് പോലീസിനെ അൻവറിന്റെ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല, സാധ്യതയില്ല. അല്ലെങ്കിൽ ഈ സമയം അല്ലെങ്കിൽ കേസ് നടപടികളൊക്കെ തന്നെ അതിന്റെ വഴിക്ക് വിട്ട് നാളെ അൻവറിനെ വിളിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരായാൽ മതി. പക്ഷേ ഇത് അക്രമ സംഭവമായതുകൊണ്ട് തന്നെ അദ്ദേഹം ജനപ്രതിനിധി എന്നതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആര് തന്നെയാണെങ്കിലും കേസിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്ന നിയമോപദേശം മനസ്സിലാക്കിക്കൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരത്തെയൊക്കെ തന്നെ അൻവറിനെതിരെ എടുത്ത പല കേസുകളിലും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അത് പ്രതികരണമായി നടത്തിയിരുന്നു. തന്നെ അറസ്റ്റ് ചെയ്യട്ടെ, കാരണം താൻ നീതിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, പൊതുജനത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇവിടെയുള്ള പോലീസ് സന്നാഹം അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കെടുകാര്യസ്ഥതയ്ക്കെതിരെയാണ് താൻ അത്തരം തെളിവുകൾ പുറത്തുവിട്ടത്. അരീക്കോട് SOG ക്യാമ്പ് കേന്ദ്രീകരിച്ചാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളിലാണ് അദ്ദേഹം പുറത്തുവിട്ട പല തെളിവുകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു അദ്ദേഹത്തിനെതിരെ 2ഓളം കേസുകൾ എടുത്തിരുന്നത്. അതിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അൻവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ അറസ്റ്റിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറായില്ല. പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു പ്രതിഷേധം അത് വലിയ സംഘർഷമാകുന്നു. അത് അവിടെയുള്ള സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അൻവർ നേരത്തെ തീരുമാനിച്ച പരിപാടി തന്നെ മാറ്റിവെച്ചുകൊണ്ട് വീട്ടിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു. അതിനുവേണ്ടി അൻവറിന്റെ ഒതായിലെ വീട്ടിലേക്ക് എത്തുന്നു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. യാതൊരുവിധ ചർച്ചയ്ക്കും ഇവിടെ സ്കോപ്പില്ല, മറിച്ച് അറസ്റ്റ് ചെയ്തേ മടങ്ങൂ എന്ന തീരുമാനത്തിൽ തന്നെ പോലീസ് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ ഉൾപ്പെടെ നിർദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. 50-ലധികം പോലീസുകാർ അൻവറിന്റെ വീട്ടിലേക്ക് എത്തിയെന്ന് പറയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും
അത് അറസ്റ്റ് ചെയ്യാതെ മടങ്ങില്ല എന്ന ഉദ്ദേശം പോലീസിനുണ്ട് എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ. എന്തായാലും അറസ്റ്റ് നടപടി അല്പം സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സ്മൃതി. ഒരു പക്ഷേ അൻവറിന്റെ അനുവാദത്തോടു കൂടി പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് തന്നെ നിലമ്പൂരിലെ 2 തവണ ജനപ്രതിനിധിയായി മത്സരിച്ച് ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അൻവർ പലതരത്തിലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നണിക്ക് പുറത്തു വന്ന PV അൻവറിനെ പിണറായി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ